ദുർഗ, വിനീതയുടെ മുറിയിലിരുന്ന പേപ്പറുകളും ബുക്കുകളും ഒക്കെ എവിടെ ഇട്ടാ കത്തിച്ചു കളഞ്ഞത്? അത് എന്തോ അവിടെ ഒന്നും കത്തിച്ചിട്ടില്ല. ചേച്ചി ഈ രീതിയിലാണ് സത്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാർ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. അയ്യോ, വിനീത സങ്കടം വരുമ്പോ പലതും എഴുതി വെച്ച് പിന്നീട് അത് കീറിക്കളയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എഴുതിയതെന്തെങ്കിലും ചേച്ചി കണ്ടിട്ടുണ്ടോ? എഴുതിയത് ഞാൻ കണ്ടിട്ടില്ല. മുറിയടിച്ചു വരുമ്പോ കീറിയിട്ട കടലാസ് കഷ്ണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടിച്ചു വരുന്ന വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യാറ്? അതൊക്കെ കത്തിച്ചു കളയും. എന്നും കത്തിക്കോ? ഇല്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെയാ കത്തിക്കുന്നത്. അതുവരെ എല്ലാം ഒരിടത്ത് കൂട്ടിയിടും. ഞങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് കാണണം. അയൽക്കാരുമായിട്ട് ഈ വീട്ടിലുള്ളവരെങ്ങനെയാ? നല്ല അടുപ്പത്തിലാണോ അതോ വഴക്കാണോ? വഴക്കൊന്നുമില്ല, എന്നാ വലിയ അടുപ്പവും ഇല്ല. വിനീത എല്ലാവരുമായിട്ട് നല്ല കൂട്ടാ. ഞങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് കാണിച്ചു തരാമോ? വാ. ഇവിടെയാ കത്തിക്കാറ്. അടിച്ചു വരുന്നൊക്കെ എവിടെയാണ് ഇടാറ്? ആ, കിരൺ, കിരൺ വാ. ദുർഗ, നോക്ക്. ശരിയാക്കി തരാം. വാ. ആ വീടിന് ചുറ്റുള്ള സ്ഥലങ്ങൾ നോക്കാൻ തീരുമാനിക്കുമ്പോഴും ഇങ്ങനെ ഒരു തെളിവ് അവിടെ നിന്ന് കിട്ടുമെന്ന് കരുതിയില്ല. അവിടെയൊക്കെ ആരെങ്കിലും പോയി സെർച്ച് ചെയ്യുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവും. അഖിൽ, ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. ഓക്കെ ജെഡി.
കുറച്ച് വോയിസ് ക്ലിപ്പുകൾ അവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. വോയിസ് ക്ലിപ്പിൽ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? ക്രൈമിൽ അവരുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമാണ്. ദാ കേട്ടു നോക്ക്. നീ കൂടുതലൊന്നും പറയണ്ട. നിന്റെ സ്വർണവും ഞങ്ങൾ എടുക്കും. നീ വീട്ടിൽ നിന്ന് കാശും കൊണ്ടുവന്നേ പറ്റൂ. ഇല്ല, നടക്കില്ല. ഞാൻ മരിച്ചാലേ ഇനി ഞാൻ വീട്ടിൽ കാശ് ചോദിക്കില്ല. എങ്കിൽ നീ മരിക്കുന്നതാടി നല്ലത്. മൂന്നാറിലെ റിസോർട്ട് വാങ്ങാനുള്ള ഡീൽ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുക. ഇനി അതിനുള്ള പണം കണ്ടെത്തിയേ പറ്റൂ. അത് നീ വീട്ടിൽ നിന്ന് വാങ്ങണം. എനിക്കിനി എന്റെ വീട്ടിൽ നിന്ന് പണം ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാ എങ്ങനാ? മൂന്നാറിലെ റിസോർട്ടിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പണം എഗ്രിമെന്റ് കഴിയും മുമ്പേ കൊടുക്കണം. നിന്റെ സ്വർണം മുഴുവനും വിറ്റാലും അത് തികയത്തില്ല. എന്റെ സ്വർണ്ണം ഇനി വിൽക്കാൻ പറ്റില്ല. ഡീ, ഇതൊരു നടക്കി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. സ്വർണത്തിന്റെ കാര്യം നീയാണോ തീരുമാനിക്കുന്നത്? അതെ, എന്റെ സ്വർണത്തിന്റെ കാര്യം ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. അമ്മയോട് എതിർത്ത് സംസാരിക്കുന്നോടി. പറഞ്ഞേ വേണ്ട. ഞാൻ എന്നോട് ചോദിച്ചതിന്റെ മറുപടിയാ പറഞ്ഞേ. മോളെ, നീ വെറുതെ ഈ വീട്ടിലെ സമാധാനം കളയരുത്. ഇവര് പറയുന്ന അനുസരിക്ക്. കല്യാണത്തിന് നിങ്ങൾ കണക്ക് പറഞ്ഞ് എത്ര കാശ് വാങ്ങിച്ചു? അതിനുശേഷം എത്ര പ്രാവശ്യം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കാശ് ചോദിച്ചു വാങ്ങിച്ചു? അതൊക്കെ അവര് വീട്ടിൽ നിന്ന് കടം വാങ്ങി ലോൺ എടുത്ത് തന്നതാ. പിന്നെ നാണോ ഇല്ലാതെ ചോദിക്കുന്ന എന്തിനാ? ഇവിടെ ഓരോ ആവശ്യമുള്ളോണ്ടല്ലേ ചോദിക്കുന്നേ. ചോദിക്കുന്നവർക്ക് വെറുതെ അങ്ങ് ചോദിച്ചാ മതി. വേറെ മുടക്കൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ. എന്നാര് പറഞ്ഞു? എന്റെ വീട്ടിൽ നിന്ന് തരുന്ന പണവും എന്റെ സ്വർണ്ണവും എടുത്ത് വാങ്ങിക്കുന്നത് എന്റെ പേര് രജിസ്റ്റർ ചെയ്യാനാണോ? അല്ലെങ്കിൽ പ്രദീപേട്ടന്റെ പേര് രജിസ്റ്റർ ചെയ്യാനാണോ? അല്ലല്ലോ, നിങ്ങളുടെ പേര് തന്നെയല്ലേ. ഇതൊക്കെ ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്കുള്ള തന്നെയല്ലേ. അത്ര ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. എന്റെ അച്ഛനും അമ്മയും ലോൺ എടുത്തും കടം വാങ്ങിയും നിങ്ങൾക്ക് വസ്തുവകകൾ വാങ്ങിച്ചു തരേണ്ട ആവശ്യം എന്താ? അതിലെന്തെങ്കിലും ന്യായമുണ്ടോ? എടി, നിന്നെ ഇനി ഇതിൽ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കാനൊന്നും വയ്യ. നീ നാളെ വീട്ടിൽ വിളിച്ച് കാശ് ചോദിച്ചില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കിവിടെ മടുത്തു. ഞാൻ എന്റെ വീട്ടിൽ പൊക്കോളാം. പക്ഷെ ഞാൻ പോകുമ്പോ ഇതുവരെ എന്റെ കയ്യിൽ നിന്നും എന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണവും നിങ്ങളെടുത്ത് എന്റെ സ്വർണവും എല്ലാം എനിക്ക് തിരിച്ചു വേണം.